ഹായ് കൂട്ടുകാരെ, എല്ലാവരെയും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പേജ് നമ്പർ 56-ലെ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് കണ്ടെത്താൻ പോകുന്നത്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വൃത്തത്തിലെ കളർ ചെയ്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്രാക്ഷൻ ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ആദ്യം തന്നിരിക്കുന്ന ചിത്രത്തിൽ 1/3 ഭാഗമാണ് കളർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കോളത്തിൽ 1/3 എന്ന് എഴുതുവാൻ കഴിയും. രണ്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ 12 ഭാഗങ്ങളാണുള്ളത്. അതിന് 5 ഭാഗത്താണ് നിറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5/12 എന്ന് എഴുതാം. അടുത്തതായി നമുക്ക് 1/3 പ്ലസ് 5/12 എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഡയറക്റ്റ് കൂട്ടാൻ കഴിയില്ല. ഡിനോമിനേറ്റർ വരുന്നത് 3 ആണ്, മറ്റൊന്ന് 12 ആണ് വരുന്നത്. ഇതിന് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി 3ന്റെയും 12ന്റെയും പൊതുവായിട്ടുള്ള ഒരു ഗുണിതം നമുക്ക് കണ്ടുപിടിക്കണം. സൈഡിലായിട്ട് നമുക്ക് ഡിനോമിനേറ്ററിന്റെ ഗുണിതങ്ങൾ എഴുതി നോക്കാം. വലിയ സംഖ്യ വരുന്നത് എന്താണ്? 12 ആണ്. 12ന്റെ ഗുണിതം ആദ്യം എഴുതി നോക്കാം. ഫസ്റ്റിൽ വരുന്നത് 1 × 12 ആണ് വരുന്നത്. 12 നമുക്ക് എഴുതാം. രണ്ടാമത്തത് 2 × 12 24 ആണ് വരുന്നത്. ഇനി നമുക്ക് എന്താണ്? 3ന്റെ ഗുണിതങ്ങൾ എഴുതി നോക്കാം. 3ന്റെ ഗുണിതങ്ങൾ എന്താണ് വരുന്നത്? 3, 6, 9, 12, 15 എന്നിങ്ങനെയാണ് വരുന്നത്. നമുക്ക് 12 വരെ എഴുതിയാൽ മതിയാവും. കാരണം 12 പൊതുഗുണിതമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 3ന്റെയും 12ന്റെയും ഏറ്റവും ചെറുതായ പൊതുഗുണിതമാണ് 12. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 5/12 നമുക്ക് ഓൾറെഡി ഉണ്ട്. 1/3ന്റെ ഡിനോമിനേറ്റർ ആണ് 12 ആക്കി കൊണ്ടുവരേണ്ടത്. എങ്കിൽ മാത്രമേ ഈ രണ്ട് ഫ്രാക്ഷനുകളും തമ്മിൽ നമുക്ക് കൂട്ടാൻ കഴിയുകയുള്ളൂ. 3ന്റെ ഗുണിതങ്ങളിൽ 3 × 4 ചെയ്തപ്പോഴാണ് 12 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 1/3നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 4 / 3 × 4. അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് 4 കൊണ്ട് ഗുണിക്കണം. പ്ലസ് 5/12 ഈക്വൽ ടു 1 × 4 4, 3 × 4 12 പ്ലസ് 5/12. ഇപ്പോൾ നമുക്ക് രണ്ട് ഡിനോമിനേറ്ററുകളും ഈക്വൽ ആയിട്ട് കിട്ടി. രണ്ട് കോളങ്ങൾ കൂടി നമുക്ക് ഫിൽ ചെയ്യാം. 4/12 പ്ലസ് 5/12. അടുത്ത ഒരു കോളം കൂടി നമുക്ക് ഫിൽ ചെയ്യാൻ കഴിയില്ലേ? എന്താണ്? 5 + 4 9. ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് വരുന്നതാണ് 12. അടുത്ത ഒരു കോളം കൂടി ബാക്കിയുണ്ട്. അവിടെ എന്താണ് എഴുതേണ്ടത്? 9/12ന്റെ ഏറ്റവും ചെറിയ രൂപം. അത് നമുക്ക് കണ്ടുപിടിക്കണം. സൈഡിലായിട്ട് എഴുതി കണ്ടുപിടിക്കാം. 9/12. 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 ആണ് 9. അതേപോലെ 12 എന്ന് പറയുമ്പോൾ 4 × 3 ആണ് 12. 9നെ വെട്ടി 3 എഴുതാൻ കഴിയും. 12ന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 4 എന്ന് എഴുതാം. ആൻസർ എന്ത് കിട്ടും? 3/4 എന്ന് കിട്ടും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ 6 ഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു ഭാഗമാണ് കളർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫ്രാക്ഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 1/6. അടുത്തത് എന്താണ്? 4 ഭാഗങ്ങളാണുള്ളത്. അതിൽ 3 ഭാഗമാണ് കളർ ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് 3/4 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ഫ്രാക്ഷനുകൾ എന്തൊക്കെയാണ്? 1/6 പ്ലസ് 3/4 ആണ്. ഇവിടെ 6 ആണുള്ളതെങ്കിൽ ഇവിടെ 4 ആണുള്ളത്. രണ്ടിനെയും നമുക്ക് മാറ്റി എഴുതേണ്ടി വരും. അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് ഡിനോമിനേറ്ററുകളുടെയും പൊതുഗുണിതമാണ്. 6ന്റെ ഗുണനപ്പട്ടിക നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ സൈഡിലായിട്ട് എഴുതി നോക്കാം. 1 × 6 6, 2 × 6 12, 3 × 6 18. ഇത്ര എഴുതിയാൽ മതി. ഇനി നമുക്ക് 4ന്റെ ഒന്ന് എഴുതി നോക്കാം. എത്രയാണ് വരുന്നത്? 1 × 4 4, 2 × 4 8, 3 × 4 12. ഇത്ര എഴുതിയപ്പോഴേക്കും നമുക്കൊരു പൊതുഗുണിതം കിട്ടി. എത്രയാണ് വരുന്നത്? 2 × 6 12 എന്നതും അതേപോലെ തന്നെ 3 × 4 12 എന്നുള്ളതും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് 1/6നെ എങ്ങനെ മാറ്റി എഴുതാം? ഡിനോമിനേറ്റർ 12 കിട്ടണമെങ്കിൽ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 2 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം. 1 × 2 / 6 × 2 പ്ലസ് ചെയ്യാം. അടുത്തത് 3/4 ആണ് ഉള്ളത്. ഡിനോമിനേറ്റർ 12 കിട്ടാൻ 4നെ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 3 × 3 / 4 × 3 എന്ന് എഴുതാം. 2/12 പ്ലസ് 9/12. ഇനി നമുക്ക് ഈ കോളത്തിലേക്ക് എഴുതിക്കൂടെ? ഇവിടെ എത്രയാണ് എഴുതുന്നത്? 2/12 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 9/12 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ കോമൺ ആണ്, അത് നമുക്ക് ഇവിടെ എഴുതാം. 9 + 2 എത്രയാണ്? 11 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 11/12 ആണ്. ഇതിനെ ഇനി നമുക്ക് ചെറുതാക്കി എഴുതാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ എത്രയാണ്? 11/12 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ വൃത്തത്തിൽ 5 ഭാഗങ്ങളാണുള്ളത്. അതിൽ 3 ഭാഗമാണ് കളർ ചെയ്തിരിക്കുന്നത്. ഫ്രാക്ഷൻ ഇവിടെ എഴുതാം.
3/5. അടുത്തത് 8 ഭാഗങ്ങളാണുള്ളത്. അതിൽ 3 ഭാഗങ്ങൾക്കാണ് നിറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3/8 എന്ന് എഴുതാം. നമുക്ക് കാണേണ്ടത് 3/5 പ്ലസ് 3/8 ആണ്. ഇവിടെ വ്യത്യസ്തമായ ഡിനോമിനേറ്ററുകളാണുള്ളത്. 5ഉം 8ഉമാണ് വരുന്നത്. ഇതിന്റെ പൊതുവായ ഒരു ഗുണിതം നമുക്ക് കണ്ടുപിടിക്കണം. 5ന്റെയും 8ന്റെയും ഗുണനപ്പട്ടിക ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏറ്റവും പൊതുവായിട്ടുള്ള ഒരു ഗുണിതം കണ്ടുപിടിക്കാം. ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് 8 × 5 40ഉം അതേപോലെ തന്നെ 5 × 8 40ഉം. 3/5 പ്ലസ് 3/8നെ എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ ഡിനോമിനേറ്റർ വരുന്നത് 5 ആണ്. 8 × 5 ആണ് 40 വരുന്നത്. അപ്പോൾ മുകളിലും താഴെയുമായിട്ട് 8 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 3 × 8 / 5 × 8 പ്ലസ് ഇവിടെ 5 × 8 ആണ് 40 വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിലും താഴെയുമായിട്ട് 5 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 3 × 5 / 8 × 5. 8 × 3 24. 8 × 5 40 പ്ലസ് 3 × 5 15/40. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. 24 / 40 പ്ലസ് 15/40. 24 പ്ലസ് 15 എത്രയാണ് കിട്ടുന്നത്? ഇവിടെ കൂട്ടി നോക്കാം. 24 പ്ലസ് 15. 5 4 9 ആണ്. 2 1 3 ആണ്. ലാസ്റ്റ് കോളത്തിൽ 39/40 എന്ന് എഴുതാം. ഇതിൽ കൂടുതലായിട്ട് ചെറുതാക്കാൻ കഴിയില്ല. അത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ കൂടെ ഏത് ഫ്രാക്ഷൻ കൂട്ടിയാണ് അതിന്റെ വാല്യൂ 1 ആയി തീരുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? 1/1 ആകുമ്പോഴാണ് ഇതിന്റെ വാല്യൂ 1 ആകുന്നത്. അതേപോലെ തന്നെ 2/2 ആകുമ്പോഴാണ് ഇതിന്റെ വാല്യൂ 1 ആകുന്നത്. അതേപോലെ നമുക്ക് ഏത് സംഖ്യയാണോ ഡിനോമിനേറ്റർ വരുന്നത് അതേ സംഖ്യ തന്നെ ന്യൂമറേറ്റർ വരുമ്പോഴാണ് അതിന്റെ വാല്യൂ 1 ആവുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 2/7 ആണല്ലേ. ഇതിന്റെ കൂടെ ഏത് ഫ്രാക്ഷൻ ആണ് ആഡ് ചെയ്താൽ വാല്യൂ 1 കിട്ടുന്നതെന്നാണ് അറിയേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ 7 തന്നെ എഴുതാം. അടുത്തതായി ന്യൂമറേറ്ററിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 7 കിട്ടുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 5 കൂട്ടിയാലാണ് 7 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 2 + 5 / 7 എന്താണ്? 7/7. അപ്പോൾ വാല്യൂ 1 കിട്ടി. ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അത് ഇവിടെ എഴുതാം. 2/3 + 5/7 ആണ് 1 ആവുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4/7 ആണ്. ഇതിന്റെ കൂടെ എന്താണ് കൂട്ടേണ്ടത്? 7 നമുക്ക് ഡിനോമിനേറ്റർ എഴുതാം. 4ന്റെ കൂടെ 3 കൂട്ടിയാലാണ് 7 ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? 4 + 3 / 7 = 7/7. ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? 3/7 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എഴുതി നോക്കേണ്ട ആവശ്യമില്ല. ഡിനോമിനേറ്റർ 8 തന്നെയായിരിക്കും. 3ന്റെ കൂടെ 5 കൂട്ടിയാലാണ് 8 കിട്ടുന്നത്. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ 10 തന്നെ എഴുതാം. 3ന്റെ കൂടെ 7 കൂട്ടിയാലാണ് നമുക്ക് 10 കിട്ടുന്നത്. ഈ പേജിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്തോളൂ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.